നമസ്കാരം. ട്രംപിന്റെ ഭീഷണിയിലൊന്നും അണുവിട കുലുങ്ങാതെ എന്തും നേരിടാൻ തയ്യാറെന്ന മനോഭാവത്തിലാണ് മോദി അങ്ങോട്ട് വിളിച്ച് കാലു പിടിക്കുമെന്ന് കരുതി അവസാന നിമിഷം വരെ കാത്തിരുന്ന ട്രംപിന് തെറ്റി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ട്രംപിനെ പോലൊരാളുടെ കാലു പിടിക്കാൻ തന്നെ കിട്ടില്ല എന്ന് ഉറച്ചു തന്നെ മുന്നോട്ട് പോകുമ്പോൾ ട്രംപിന് ഗത്യന്തരമില്ലാതെ മോദിയെ വിളിക്കേണ്ടി വന്നു. എന്നാൽ ട്രംപിന്റെ ഒരു ന്യായവും ഭീഷണിയും തനിക്ക് കേൾക്കേണ്ട, ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തോ എന്ന നിലയിൽ മോദി നെഞ്ചും വിരിച്ചു നിൽക്കുമ്പോൾ ട്രംപിന്റെ ഹൃദയമെടുപ്പ് പോലും മോദിക്കുള്ള കയ്യടികളായി മാറുകയാണ്. അമേരിക്ക ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയ്ക്കുമേൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. എന്നിട്ടും മോദി ഇപ്പോഴും മൗനം പാലിക്കുകയാണ്, ഏറ്റവും ധൈര്യത്തോടെ. ഇതിനിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച 4 ഫോൺ കോളുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ല എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നത്. ജർമ്മൻ പത്രമായ ഫ്രാങ്ക്ഫർട്ടർ ആൽഗമൈന സൈറ്റുങ് ആണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നാൽ ഏതെല്ലാം ദിവസങ്ങളിലാണ് ട്രംപ് വിളിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. വ്യാപാര സംഘർഷങ്ങളിൽ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായും ഇതിനെ വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ പ്രതിരോധ ഉപകരണ വാങ്ങലുകൾക്ക് പ്രതികാരം എന്നോണമാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ US-ലേക്കുള്ള $86.5 ബില്യൺ കയറ്റുമതിയിൽ 2/3 ഭാഗവും ഈ പുതിയ 50% തീരുവയുടെ പരിധിയിൽ വരുമെന്നാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് US വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ വില കൂടുതലാക്കുകയും മറ്റ് എതിരാളികളുമായുള്ള മത്സരക്ഷമത കുറയ്ക്കുകയും ചെയ്യും. റഷ്യൻ ഓയിൽ വാങ്ങുന്നത് സാമ്പത്തികമായി ലാഭകരമാണ്. എന്നാൽ ഇത് നിർത്തിയാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കാര്യക്ഷമത കുറഞ്ഞതാകും. അതുകൊണ്ട് തന്നെ അത് സാധ്യവുമല്ല. റഷ്യൻ ഓയിൽ വാങ്ങുന്നത് തുടർന്നാൽ കയറ്റുമതിയിലും മറ്റു വെല്ലുവിളികളിലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. 2 തിന്മകൾക്കിടയിൽ ഒന്ന് തിരഞ്ഞെടുക്കണം. മുൻ ICAI പ്രസിഡന്റ് വേദ് ജെയിൻ ഇങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയത്. ടെക്സ്റ്റൈൽ, രത്നാഭരണ, പരവതാനി, ചെമ്മീൻ, ഫർണിച്ചർ തുടങ്ങിയ തൊഴിൽ തീവ്ര മേഖലകൾക്ക് കനത്ത പ്രത്യാഘാതമുണ്ടാകും. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ പ്രത്യേകിച്ച് ദുർബലമാണ്. വൻതോതിൽ തൊഴിൽ നഷ്ടത്തിനും സാധ്യതയുണ്ട്. 50% തീരുവ വലിയ ഭാരമാണ്. ടെക്സ്റ്റൈൽ വ്യവസായം വളരെ കുറഞ്ഞ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന മേഖലയാണ്. ഈ തീരുവ വർധന കൂടി മേഖലയ്ക്ക് താങ്ങാൻ സാധിക്കില്ല. ഉപഭോക്താക്കൾക്ക് കൂടുതൽ വില നൽകേണ്ടി വരും, അതൊരു ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും. 25% അധിക തീരുവ ഒഴിവാകുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് പല ടെക്സ്റ്റൈൽ ഫാക്ടറി ഉടമകളും പ്രതീക്ഷയോടെ ചൂണ്ടിക്കാട്ടുന്നത്. തീരുവ വർധന ഇന്ത്യക്കു മാത്രമല്ല US-നും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ തീരുവ വർധനവ് US സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യില്ല. ഇതുവഴി അവരുടെ പണപ്പെരുപ്പം വർദ്ധിക്കും. 2017 മുതൽ 2020 കാലഘട്ടത്തിൽ ട്രംപിന്റെ ഭരണത്തിൽ US 1.4% മാത്രമാണ് വളർന്നത്. ഈ തോതിൽ തീരുവ വർദ്ധിപ്പിച്ചാൽ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച കുറയും. നിലവിൽ $86.5 ബില്യൺ ഉള്ള ഇന്ത്യയുടെ US-ലേക്കുള്ള കയറ്റുമതി 2026 $49.6 ബില്യൺ കുറയുമെന്നതാണ് മറ്റൊരു പ്രവചനം. ഇന്നു മുതൽ ട്രംപിന്റെ ഭീഷണിയുമായി മുഖാമുഖം കൊമ്പുകോർക്കാൻ തയ്യാറെടുക്കുമ്പോഴും മോദിയിൽ ഭയം നിഴലിക്കാത്തത് മുഴുവൻ രാജ്യങ്ങളെയും അമ്പരപ്പിലാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഫോൺ കോൾ പോലും മോദിയെ സംബന്ധിച്ച് വിലയില്ലാത്തതാകണമെങ്കിൽ ഉറപ്പായും മോദി ട്രംപിനെതിരെ ശക്തമായ ആയുധം കണ്ടെത്തി വെച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഭീഷണി മുഴക്കിയതും നടപ്പിലാക്കാൻ പോകുന്നതും ട്രംപ് ആണെങ്കിലും വിറയ്ക്കുന്നതും ട്രംപ് തന്നെയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച